നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ 8 മണിക്കൂറോളമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ചോദ്യം ചെയ്തത്. പിണറായി സർക്കാർ ഭരണത്തിലിരുന്ന 10 വർഷവും വീണയെ ED ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ED മെനക്കെട്ടിട്ടില്ല. എന്നാൽ ഭരണമാറ്റത്തോടെ EDക്ക് മുന്നിൽ വീണയ്ക്ക് നേരിട്ട് ഹാജരാകേണ്ടി വന്നിരിക്കുന്നു. 8 മണിക്കൂറോളമാണ് വീണയെ ED ഗ്രിൽ ചെയ്തത്. ചോദ്യങ്ങൾ എല്ലാം ചോദിച്ച് ഉത്തരങ്ങൾ എഴുതി വാങ്ങുന്ന രീതിയാണ് അവലംബിച്ചത്. ഇനിയും വീണയെ വിളിപ്പിക്കുമെന്നാണ് EDയിൽ നിന്നും ലഭിക്കുന്ന സൂചനകളും. ഈ കേസിൽ SFIO രേഖകൾ EDക്ക് ലഭിച്ചിട്ടില്ല. അതുകൂടി പരിശോധിച്ച ശേഷമാകും ഇനിയുള്ള ചോദ്യം ചെയ്യൽ. എന്തായാലും വീണ EDയുടെ റഡാറിലാണ്. CPMനെയും പിണറായി വിജയനെയും ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടിയാണിത്. വീണയ്ക്ക് നേരെയുള്ള അന്വേഷണം പിണറായിക്ക് നേരെയുള്ള അന്വേഷണമായിട്ട് തന്നെയാണ് പാർട്ടി കാണുന്നത്. അങ്ങനെയല്ല എന്ന് CPM പറയുന്നുണ്ടെങ്കിലും പിണറായിയുടെ ഭരണകാലം തന്നെയാണ് വീണയിലൂടെ EDക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ED അന്വേഷിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ച കേസ് കൂടിയാണ്. മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ED അന്വേഷണം തുടങ്ങിയത്. ED അന്വേഷണം തടസ്സപ്പെടുത്താൻ CMRL കരിമണൽ കമ്പനി ശ്രമിച്ചെങ്കിലും അതിൽ വിജയിച്ചിട്ടില്ല. കോടതി വിധി എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ EDക്ക് കേസിൽ നേരിട്ട് അന്വേഷണം നടത്താം. കേസിൽ SFIO രേഖകൾ കൂടി EDക്ക് ലഭ്യമാക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുമുണ്ട്. വെറുമൊരു ആദായ നികുതി കേസല്ലത്. ആദായ നികുതി കേസാണെങ്കിൽ ഫൈൻ അടച്ച് വീണയ്ക്ക് രക്ഷപ്പെടാമായിരുന്നു. ഇത് സാമ്പത്തിക കുറ്റകൃത്യത്തിനായുള്ള കേസാണ്. അതായത് കുറ്റം ചെയ്താൽ ജയിൽ ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരും. വീണ കുടുങ്ങിയാൽ കുടുങ്ങുന്നത് പിണറായി വിജയൻ തന്നെയാണ്. എന്തിന്റെ പേരിലാണ് CMRL കമ്പനി വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് പണം കൈമാറിയത് എന്ന ED ചോദ്യത്തിന് തൃപ്തികരമായി മറുപടി നൽകാൻ വീണയ്ക്ക് ഇന്നലെയും കഴിഞ്ഞിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. കള്ളപ്പണ കേസിൽ അബുദാബിയിലെ അക്കൗണ്ടുകളുടെ പരിശോധന കൂടി EDക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം അന്വേഷണം സങ്കീർണവും വ്യാപ്തിയേറിയതുമാണെന്ന അനുമാനം ശക്തിപ്പെടുത്തുന്നു. കള്ളപ്പണ കേസ് തെളിയുകയാണെങ്കിൽ അതിൽ അറസ്റ്റ് വരും. കേസിൽ പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുമില്ല. SFIOയ്ക്ക് കേസ് വിട്ടതോടെ കമ്പനി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഈ കേസിൽ വന്നിട്ടുണ്ട്. സീരിയസ് അന്വേഷണമാണ് കേസിൽ SFIO നടത്തിയത്. ഇതോടെയാണ് മാസപ്പടി കേസിൽ വീണയ്ക്കുള്ള ഉരുക്ക് മുറുകിയത്. കേസ് ശക്തമാകുമെന്ന സൂചന നൽകി CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S. കർത്ത, ഡയറക്ടർ ജയ S. കർത്ത എന്നിവരെയും കഴിഞ്ഞ ദിവസം ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. വീണയെ ചോദ്യം ചെയ്ത് അവസാനിപ്പിക്കാനല്ല നിയമ പോരാട്ടം തുടങ്ങിയത്. ഇതിലെ പ്രധാന പ്രതി പിണറായിയാണ് എന്നാണ് ഈ കേസിൽ കോടതിയെ സമീപിച്ച ഷോൺ ജോർജ് പറയുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ കേസിന്റെ ഭാഗമാണ്. പിണറായി തന്നെയാണ് ഈ കേസിലെ പ്രധാന പ്രതി എന്നതിൽ സംശയമില്ലെന്നും ഷോൺ പറയുന്നു. ED അന്വേഷണം പിണറായിയിലേക്ക് കൂടി എത്താനുള്ള സാധ്യതയാണ് ഷോണിന്റെ വാക്കുകളിൽ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ കേസ് CPMനെയും പിണറായിയെ കൂടിയും നേരിട്ട് ബാധിക്കുന്നതുമാണ്. എന്തായാലും ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാകും.